അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. വി ഡിറൈവ്ഡ് ദി WKB wave function, okay, which is for the classical region, that is E is larger than V0 എന്ന് പറയുന്ന റീജിയന് വേണ്ടി നമ്മൾ WKB wave function സോൾവ് ചെയ്തു. ഇനി തുടർന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഇതേപോലെ നോൺ ക്ലാസിക്കലിന് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഒന്ന് ചെയ്ത് നോക്കിയോ? കിട്ടിയോ? എന്തെങ്കിലും ബ്ലോക്കായോ? അല്ലെങ്കിൽ ഇപ്പോൾ പറയാം. Okay, so we are expecting a solution of a particular kind, like some other amplitude term with e raised to phi term without an I in the case of exponential solution. Like oscillator allade I term undavathor solution ആയിരിക്കും വരിക. I can have a derivation of similar kind of this. Okay, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഈ wave functionന്റെ if you look at the probability density of this, okay, that is ഇതിൻ്റെ probability, what happens of this modulus of psi x square. ഇത് ഈ wave functionന് അതിന് modulus of psi x square കണ്ടുപിടിച്ച് നോക്കിയാൽ എല്ലാവരും. എക്സ്പോണൻഷ്യൽ ഫാക്ടറൊക്കെ അവിടെ ഉണ്ട്, അതൊന്ന് മോഡുലസ് സൈ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചൊക്കെ എന്താ വരിക എന്ന് പറ. ഒരു സി പ്രൈം ഉണ്ട്, റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ഉണ്ട്, പിന്നെയുള്ളത് ഒരു എക്സ്പോണൻഷ്യൽ ഫാക്ടറാണ് അല്ലേ. ഇ റേസ് ടു ഒന്നുകിൽ പ്ലസ് ഐ അല്ലെങ്കിൽ മൈനസ് ഐ. ഓക്കെ, അപ്പം ഈ ഇ റേസ് ടു പ്ലസ് ഐ മൈനസ് ഐ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പം പ്ലസ് ഐ ഉള്ളപ്പം അതിൻ്റെ മോഡുലസ് മൈനസ് ഐ ആയിരിക്കും, മൈനസ് ഐ ഉണ്ടെങ്കിൽ മോഡുലസ് സ്ക്വയറിൽ സ്റ്റാർ എടുക്കുമ്പോൾ പ്ലസ് ഐ ആയിരിക്കും വരിക അല്ലേ. വാട്ട് എവർ ബി ഈ ക്വാണ്ടിറ്റി, ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കണ്ട, ഇവിടെയുള്ള സാധനം എങ്ങനെയാണ് ഏകദേശം ഇ റേസ് ടു ഒന്നുകിൽ പ്ലസ് ഐ ഓഫ് സംതിങ് അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ഐ ഓഫ് സംതിങ് എന്നാണ്. ഓക്കെ, ഇഫ് യു ടേക്ക് ദ മോഡുലസ് സ്ക്വയർ ഓഫ് ദിസ്, എന്ത് വരും? ഇ റേസ് ടു പ്ലസ് ഐ ഓഫ് സംതിങ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഓഫ് സംതിങ് എന്നാണ് വരിക. സോ ദിസ് വിൽ ക്യാൻസൽ ആൻഡ് ആൻസർ വിൽ ബി 1. ഇതേപോലെ ഇവിടെയും ആൻസർ 1 ആവും. അതിൻ്റെ അർത്ഥം സൈ ഓഫ് എക്സിൻ്റെ മോഡുലസ് സ്ക്വയർ ഏതുപോലെ ഇരിക്കും? ദിസ് ഈസ് സം സി പ്രൈം മോഡുലസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, അഥവാ ദ പ്രൊബബിലിറ്റി is inversely proportional to the linear momentum എന്നാണ്. ഓക്കെ, എന്നോട് പറയാം, the probability is inversely proportional to the linear momentum and this is true because നോക്കൂ, നമ്മൾ പാർട്ടിക്കിൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർട്ടിക്കിൾ ഉണ്ട്, പാർട്ടിക്കിൾ ഈസ് ട്രാവലിംഗ് ഫാസ്റ്റർ. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ പെട്ടെന്ന് പോകുന്ന സ്ഥലത്ത് ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും. പാർട്ടിക്കിൾ പെട്ടെന്ന് മൊമെൻറ്റം ലാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫാസ്റ്റർ. പാർട്ടിക്കിൾ സ്പീഡിൽ പോകുന്ന സ്ഥലത്ത് കാണാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും, പാർട്ടിക്കിൾ പതുക്കെ പോകുന്ന സ്ഥലത്ത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും എന്ന് പറയുന്ന നോർമൽ റിലേഷൻ തന്നെയാണ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദി WKB wave function. ദാറ്റ് ഈസ് ട്രൂ ഇൻ എ ഫിസിക്കൽ സെൻസ്. ഓക്കെ, ഇതിൽ ഗ്രിഫിത്ത് പറയുന്നുണ്ട്, അതായത് നമ്മളിപ്പോൾ എടുത്ത ഈ സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ ഓഫ് ഡ്രോപ്പിംഗ് ദി ആംപ്ലിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിനെ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ അപ്രോക്സിമേഷൻസ് ഉണ്ട്. പക്ഷേ ദിസ് ഈസ് മോർ ക്ലിയർ, ഹാവിങ് എ മോർ ക്ലിയർ ഫിസിക്കൽ മീനിങ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് സാധനം ഇത് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞ സിറ്റുവേഷനിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വാട്ട് വി ഡു വിത്ത് ദ ഇൻറ്റഗ്രൽ ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഇനി ഈ WKB വെച്ച് ചെയ്യുന്ന, അപ്പോൾ ഇതേപോലെ തന്നെ ക്ലാസിക്കലിനും നോൺ ക്ലാസിക്കലിനും നമുക്ക് രണ്ട് വേവ് ഫങ്ഷൻസ് കിട്ടും. അതാണ് നമ്മുടെ എസ്സേയുടെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഐദർ ഇത് മാത്രം ചെയ്യുക, എന്നിട്ട് സിമിലർലി വി വിൽ ഫൈൻഡ് ദി ക്ലാസിക്കൽ റീജിയൻ, നോൺ ക്ലാസിക്കൽ റീജിയൻ എന്നും കൂടെ പറയാം. എന്നിട്ട് അതിൻ്റെ ഫൈനൽ ആൻസറെങ്കിലും അറ്റ്ലീസ്റ്റ് അത് മാത്രമെങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇനി ആ ഇൻറ്റഗ്രൽ PDXനെയാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇനിയുള്ള പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. അതായത് പ്രോബ്ലംസ് വിത്ത് WKB or the potentials which we are dealing. I have three kinds. ഒന്ന് problems with two vertical voids.
ഇൻഫിനിറ്റ് വെല്ലിനെ പോലെ രണ്ട് എൻഡിലും ഇൻഫിനിറ്റ് വോളുകളുള്ള പ്രോബ്ലം. അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ വാട്ട് എവർ ബി എന്തോ ആയിക്കോട്ടെ, രണ്ട് എൻഡിലും ഇൻഫിനിറ്റ് വോൾസ് ഉള്ള പ്രോബ്ലംസ് ആവാം. അല്ലെങ്കിൽ 2 is 1 വെർട്ടിക്കൽ വാൾ, ഒരു എൻഡിൽ മാത്രം വെർട്ടിക്കൽ വാൾ, മറ്റേ എൻഡിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെർട്ടിക്കൽ വാൾ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ പൊട്ടൻഷ്യൽ ആർബിട്രറി ആയിട്ട് പോകുന്നു. ഓക്കെ, നോ ഇഷ്യൂസ്. ആൻഡ് ഓഫ് കോഴ്സ് ദ തേർഡ് വൺ ഇസ് പ്രോബ്ലംസ് വിത്ത് നോ വെർട്ടിക്കൽ വാൾസ്, ജസ്റ്റ് ലൈക്ക് ഇൻ എ ഹാർമോണിക് ഓസിലേറ്റർ. ഇറ്റ് ഈസ് ഓപ്പൺ, ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ വി ഈസ് ഗ്രേറ്റർ ദാൻ സി ഒരു സിറ്റുവേഷൻ വരുന്നില്ല, കാരണം ഇവിടെ രണ്ട് സെക്കൻഡേ സെക്കൻഡ് പോരാട്ടോ. പ്രോബ്ലംസ് വിത്ത് നോ വെർട്ടിക്കൽ. അപ്പം ഓക്കെ, സോ വിൽ ഡിസ്കസ് ഇറ്റ്സ് കണ്ടീഷൻസ് ലേറ്റർ ഓൺ. സോ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോബ്ലംസ് വിത്ത് 2 വെർട്ടിക്കൽ ബോൾസ് ഉള്ള ഒരു കണ്ടീഷനിൽ ഈ ഇൻ്റഗ്രൽ PDX എങ്ങനെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ WKB കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയും എന്താവണമെന്നേ ഉള്ളൂ, വെർട്ടിക്കൽ വോൾ വേണം. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന പൊട്ടൻഷ്യൽ ഇറ്റ് ഷുഡ് ബി വാരീസ് വെരി സ്ലോലി വിത്ത് റെസ്പെക്ട് ടു ദി വേവ് ലെങ്ത് ഓഫ് ദി കണ്ടീഷൻ എന്നാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പറഞ്ഞത് അല്ലേ. ഓക്കെ, ഓർ ദി പൊട്ടൻഷ്യൽ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ് ഓവർ ലാർജ് നമ്പർ ഓഫ് വേവ് ലെങ്ത്സ്, കുറേ വേവ് ലെങ്ത്സുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ ആരെ തന്നെ എടുക്കുകയാണ്, നമ്മൾ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ പ്രോബ്ലത്തിൻ്റെ തന്നെ എടുക്കുകയാണ്, അതിനെ തന്നെ എടുക്കുകയാണ്. ഓക്കെ, so that satisfies the first condition that it has a couple of infinite boundaries at the end. Okay, ഇവിടെയും അതിന് എന്തുണ്ട്, രണ്ട് എൻഡുകളുണ്ട്, രണ്ട് ഇൻഫിനിറ്റ് വോളുകളാണുള്ളത്. ഇവിടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്, ഇവിടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. സോ ദാറ്റ്സ് ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് കണ്ടീഷൻ ഇസ്, നോക്കൂ, ഇവിടെ പൊട്ടൻഷ്യൽ പതുക്കെ മാത്രമേ വാരി ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ പൊട്ടൻഷ്യൽ വാരി ചെയ്യുന്നേ ഇല്ല. സോ ദാറ്റ് ഇസ് ഒബ്വിയസ്ലി റൈറ്റ്. ദറ്റ് പൊട്ടൻഷ്യൽ ഇസ് വാരിയിങ് സ്ലോലി. വാരിയിങ് സ്ലോലി എന്ന് വെച്ചാൽ വാരി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി അത് വാരിയിങ് സ്ലോലി കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ നമ്മൾ WKB അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എഴുതിക്കോ, പൊട്ടൻഷ്യൽ വെൽ വിത്ത് 2 വെർട്ടിക്കൽ വോൾസ് എന്നാണ് നമ്മുടെ കണ്ടീഷൻ, ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് എഴുതാം. Okay, of course you have to define the potential first, that is V of x equal to 0 between 0 less than x and less than a, and which is equal to infinity elsewhere. Okay, അപ്പോൾ നമ്മളത് എഴുതി. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവ് ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പം ഈവൺ ഇഫ് ദിസ് പൊട്ടൻഷ്യൽ ഇസ് വാരിയിങ് സ്ലോലി ഓർ വാട്ട് എവർ ബി, നമുക്കത് കണ്ടീഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇൻസൈഡ് ദി വെൽ, assuming that the E is greater than this V of x, where V of x is 0, so the energy must be larger than this V of x here. Okay, അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ സൊല്യൂഷൻ പ്രകാരം നമുക്ക് വേവ് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് psi of x എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ എഴുതിയത്, ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്, C പ്രൈം ബൈ സ്ക്വയർ റൂട്ട് ഓഫ് P of x അല്ലേ, e raised to plus or minus I phi of x എന്നാണ് എഴുതിയത് അല്ലേ. ഓക്കെ, സോ ഓഫ് കോഴ്സ് വി ഹാവ് എ കപ്പിൾ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സൊല്യൂഷനാക്കി എഴുതാണ്. ഒന്ന്, that is of course there I have 1 by square root of P of x, which is a common factor to both. Then I have a C prime with a plus coefficient for e raised to plus I phi of x plus C minus prime
e raised to minus I phi of x. അതായത് ഇതിനെ ഈ രണ്ട് സൊല്യൂഷൻ്റെയും കൂടെ സൂപ്പർ പൊസിഷൻ ആക്കി നമ്മൾ എഴുതി. ഓക്കെ. Or this e raised to I phi x and e raised to minus I phi x can be written in terms of sine and cos with different coefficients. Okay. അപ്പം അതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ ഇങ്ങനെ എഴുതാം. That is equal to 1 by square root of p of x into, അപ്പം ഈ കോഎഫിഷ്യന്റ് മാറും. c bar പ്ലസ് എന്നുള്ളതിന് മാറിയിട്ട് നമുക്ക് c1 e raised to not e raised to c1 sin phi x plus c2 cos phi x എന്ന് മാറ്റി എഴുതാം. ഓക്കെ. കാരണം ഇത് രണ്ടും ഇക്വാലൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഇ റേസ് ടു ഐ ഫൈ എക്സിനെ നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെ ടേമിലേക്ക് മാറ്റാം അല്ലേ. ഇ റേസ് ടു ഐ ഫൈ എക്സിനെ നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെ ടേംസിലേക്ക് ഇ റേസ് ടു മൈനസ് സൈനിങ് മാറ്റാം. അങ്ങനെ മാറ്റിയതാണിത്. ഓക്കെ. ഓർ യു ക്യാൻ റൈറ്റ് ഇൻവേഴ്സ്ലി സൈനിനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേംസിൽ എഴുതാം. അങ്ങനെ മാറ്റി എഴുതാം. പക്ഷേ അങ്ങനെ എഴുതുമ്പം ഈ കോഎഫിഷ്യൻസ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് I haven't repeat this coefficients in the exponential. I mean, e raised to I and e raised to minus I coefficients are c plus bar and c prime plus and c prime minus. I have changed these coefficients to c1 and c2. So c1 and c2 are no longer the same as c plus and c minus. Okay. Okay. അപ്പം അത് നമുക്ക് കിട്ടി. ഇനി ആരാണ് ഈ phi of x? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് phi of x? അപ്പുറത്ത് എഴുതാം. പറയടോ എനിബഡി. phi of x എന്താ നമുക്ക് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം? phi of x is equal to exactly 1 by h cut. Of course you have plus or minus 1 by h cut integral p of x dx. Okay. നമുക്ക് ഈ phi of x ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതായത് psi of x എന്തായിരിക്കണം? psi of x must go to 0 and x equal to 0 as well as psi of x go to 0 and x equal to. So at this point we are imposing the boundary conditions. That is phi basically psi of x goes to 0 at x equal to 0 as well as psi of x goes to 0 at x equal to a. ഇത് രണ്ടും 0 ആയിരിക്കണം. ഓക്കെ. അപ്പം നമുക്ക് നോക്കൂ, നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് സൈനും കോസുമാണ് അല്ലേ. സൈനും കോസുമാണ്. ഓക്കെ. അതിനർത്ഥം x ഈക്വൽ ടു 0യിൽ 0 ആവണമെങ്കിൽ ഇവിടെ ദിസ് ഷുഡ് ബി ഒരെണ്ണം സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ്സ് ഫൈൻ. കോസ് 90 ആവണം ഇപ്പുറത്ത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം phi of x phi of 0 must be 0. ഓക്കെ. അപ്പോൾ എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു സൊല്യൂഷൻ, ഞാൻ ആ സൊല്യൂഷൻ ഇപ്പുറത്ത് എഴുതാം. c1 sin phi x plus c2 cos phi x. ഇതാണ് psi of x. നോക്കൂ, x ഈക്വൽ ടു 0യിൽ ദിസ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ദിസ് x goes to 0 ആൻഡ് ദിസ് x goes to 0. phi of x 0 ആവുകയാണെങ്കിൽ നമുക്ക് ദിസ് ടേം സാറ്റിസ്ഫൈ, സൈൻ 0 സാറ്റിസ്ഫൈ. പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് വി ഹാവ് ടു ചെക്ക് c2 ഈക്വൽ ടു 0. ഇതിന് c2ന് എന്താക്കണം? 0 ആക്കേണ്ടി വരും. c2 tends to 0. ഓക്കെ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഗീവ്സ് ദാറ്റ് phi of x should be equal to 0 and c2 equal to 0. phi of x equal to 0 and c2 equal to 0 ആണ് ഫസ്റ്റ് കണ്ടീഷൻ വരിക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? psi of x equal to 0 at x equal to. അപ്പോൾ ഓൾറെഡി ഈ വേവ് ഫംഗ്ഷൻ പോയി, c2 പോയി.
പിന്നുള്ളത് എന്താണ്? ദിസ് phi of a അതായത് അറ്റ് x ഈക്വൽ ടു എയിലും സീറോ ആവണം. സോ ദാറ്റ് ഇസ് സൈൻ phi of a must be equal to 0 means phi of a is എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. ഓക്കെ, ഒരു സെക്കൻഡേ. ഓക്കെ, സോ phi of a equal to n pi എന്നുള്ള കണ്ടീഷൻ കിട്ടും. സോ ഈ phi of k a equal to n pi is an interesting condition. നോക്കുക എന്താ വരാം, നമുക്ക് ഓൾറെഡി phi of x കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ലീഡ്സ് ടു, so of course we can forget about this plus or minus sign. We can write this 1 by h cross integral p of x dx. This is phi of x, right? That becomes phi of a when this quantity integrated from 0 to a യിൽ ഈ quantity, this phi of x dx എന്ന് പറയുന്നത്. So if you integrate from 0 to a, this becomes a phi of a quantity. Okay, this should be equal to this n pi. ഈ ക്വാണ്ടിറ്റി n pi ആയി മാറണം എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് വരിക. ഓക്കെ, that leads to a condition that it from 0 to a p of x dx. എന്തുകൊണ്ടാണ് 0 to a എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം ആകെ 0 മുതൽ a വരെയുള്ളൂ. ബേസിക്കലി ദിസ് ഇന്റഗ്രൽ ഈസ് ഫ്രം -infinity to +infinity ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം. ബട്ട് വെറെവർ യു ഹാവ് എ p of x ഉള്ള സ്ഥലത്ത് മാത്രം അത് ചെയ്താൽ മതി. അപ്പുറത്തെ മൊമെന്റ് ഇല്ല പാർട്ടിക്കിൾ, ബിക്കോസ് പാർട്ടിക്കിൾ കനോട്ട് എൻ്റർ ഇൻ ടു this region were less than 0 or a region were larger than a. ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യാനേ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു n pi h cut. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ട് ഇൻഫിനിറ്റ് വോളുള്ള സ്ഥലത്തെ കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ജനറൽ കണ്ടീഷനാണ്. ജനറൽ condition for problems with two vertical walls. രണ്ട് വെർട്ടിക്കൽ വാൾസ് ഉള്ള ജനറൽ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എവിടെയാണോ വെർട്ടിക്കൽ വാളുകൾ ഉള്ളത് അവിടെ നിന്ന് തൊട്ടിട്ട് ആ രണ്ട് ലിമിറ്റിൻ്റെ ഉള്ളിൽ p of x dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n pi h ക്രോസ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ ജനറൽ എന്ന് പറയാൻ കാരണം നോക്കൂ, ഇവിടെ രണ്ട് വെർട്ടിക്കൽ വാൾ നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ വെല്ലാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ അതിന് പകരം ഇതിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ഇങ്ങനെ വാരി ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, ബിക്കോസ് വി ആർ ട്രീറ്റിംഗ് എ p of x. എക്സ് ആണ് എടുത്തിരിക്കുന്നത്, കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് അതായത് പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ എന്താണ് p of x. പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ p of x എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2me ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 2me. ഓക്കെ, സോ ദർ ഇസ് നോ വി പാർട്ട്, പൊട്ടൻഷ്യൽ പാർട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ശരിക്കും ഇ മൈനസ് വി ഓഫ് എക്സ് എന്നാണ് വരിക. ശരിക്കും വരിക ദിസ് ഇസ് ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് വരും. പക്ഷേ പൊട്ടൻഷ്യൽ വെല്ലാകുമ്പോൾ വി ഓഫ് എക്സ് ഇല്ലാത്തതുകൊണ്ട് ദിസ് പി ഓഫ് എക്സ് ഇസ് റെഡിലി ഈക്വൽ ടു റൂട്ട് ഓഫ് 2me എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ, ഓക്കെ,
അപ്പം നോക്കി നോക്കി ഇൻ്റഗ്രൽ ചെയ്ത ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 0 മുതൽ എ വരെ പി ഓഫ് എക്സിന് പകരം നിങ്ങൾക്ക് √2me എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എൻ പൈ എച്ച് കട്ട്. ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിടോ. √2me ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് ദറ്റ് വിൽ എ കോൺസ്റ്റൻറ്റ്. പിന്നെ ആകുള്ളത് ഇൻ്റഗ്രൽ ഡി എക്സ് എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ എക്സ്, ലിമിറ്റ് കൊടുക്കുക. യു ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ. ഒന്ന് ഇയുടെ വാല്യൂ പറ. കിട്ടിയോ? കിട്ടിയോടോ? എത്രയാണ്? അതായത് ഇത് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ √2me കോമൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഇസ് √2me ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് 0 to a എന്ന് വരും. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഇസ് എക്സ് അല്ലേ? സോ ഇറ്റ്സ് √2me x from the limit 0 to a. So that is equal to √2me into a വരും. This is equal to n pi h cut. So e is equal to n square pi square h cross square by 2m a square. Okay. ഇത് തന്നെയാണ് എക്സാക്ട്ലി നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ എനർജി. WKB ഒരു അപ്രോക്സിമേഷൻ ആയിരുന്നിട്ട് കൂടെ എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എനർജി കറക്റ്റായി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വാരി സ്ലോലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഓക്കെ, പക്ഷേ ദിസ് ഈസ് അബ്സല്യൂട്ട്ലി സീറോ, ഐ മീൻ നോ വാരിയേഷൻ അറ്റ് ഓൾ എന്നുള്ളത് കൊണ്ട്
നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ ആൻസർ തന്നെ തിരിച്ച് കിട്ടി. ഓക്കെ, നമ്മുടെ അപ്രോക്സിമേഷൻ വാലിഡ് ആവുന്നത് എവിടെയാണ്? ഇവിടെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാവുന്ന എവിടെയാണ്? ഇവിടെ ഇത് 0ക്ക് പകരം ചെറുതായി വാരി ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആരെ ഉപയോഗിക്കാം? ഈ ഇൻ്റഗ്രലിനെ ഉപയോഗിക്കാം. അപ്പം ഇവിടെ പി ഓഫ് എക്സിൻ്റെ കൂടെ ആരും കൂടെ വരും? ആ സ്മോൾ വാരിയിങ് പൊട്ടൻഷ്യലും കൂടെ വരും. അതും കൂടെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി അപ്ലിക്കേഷൻ ലെവൽ വേർ യു ക്യാൻ അപ്ലൈ പൊട്ടൻഷ്യൽ ലെവൽ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സ്മോൾ വാരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രേഷനിലുള്ളിൽ റീപ്ലേസ് ചെയ്യാം ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ. ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ വേ ടു ഡിറ്റർമിൻ ദ എൻ ഡിപ്പെൻഡൻസ് ഓഫ് എനർജി. ഓക്കെ, നോക്കൂ, ലുക്ക് അറ്റ് ദിസ് എനർജി ഗോസ് ലൈക്ക് എൻ സ്ക്വയർ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് പർട്ടിക്കുലർലി ഫോർ ദി ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് 2 വെർട്ടിക്കൽ വാൾസ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് 2 വെർട്ടിക്കൽ വാൾ ഇല്ല, 1 വെർട്ടിക്കൽ വാളേ ഉള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ വാളേ ഇല്ല എന്ന് പറയുന്ന പ്രോബ്ലങ്ങളിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് കേസ് 2, പ്രോബ്ലംസ് വിത്ത് 1 വെർട്ടിക്കൽ വാൾ. ഈ 1 വെർട്ടിക്കൽ വാൾ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ പോകുന്ന സമയത്ത് this is the v of x which is varying here. Okay, so wherever you find an energy, you can have a point at which this E equal to v of x. Okay, അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് നമുക്ക് പറയുന്ന പോലെ നേരത്തെ പോലെ നോൺ ക്ലാസിക്കൽ റീജിയൻ ആണ്. ഈ ഹാവ് എ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയുന്ന 2 റീജിയനുകൾ ഉണ്ടാവും. അവരുടെ രണ്ടുപേരുടെയും വേവ് ഫംഗ്ഷൻ നമുക്കറിയാം. പക്ഷേ you cannot solve for this particular point at E is equal to v of x. Okay, അപ്പോൾ ആ പ്രോബ്ലങ്ങളെ അവരെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്തുണ്ടാക്കുന്നത്? നമ്മൾ കണക്ഷൻ ഫോർമുല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കുന്നത്. ഓക്കെ, കണക്ഷൻ ഫോർമുല. ഈ കണക്ഷൻ ഫോർമുലയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഐഡിയ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, സോ കണക്ഷൻ ഫോർമുല ഈസ് ബേസിക്കലി വി ആർ സോൾവിങ് ഇറ്റ് ഇസ് ജസ്റ്റ് അബൌട്ട് ദിസ് പോയിന്റ് ആൻഡ് ജസ്റ്റ് അബൌട്ട് ദിസ് പോയിന്റ്. ഈ പോയിന്റിന് നമ്മൾ x1 എന്ന് വിളിക്കുകയാണെങ്കിൽ we are just solving it for x smaller than x1 and let's solving for x larger than x1, slightly larger than x1. ഈ 2 പോയിന്റുകളിലുള്ള വേവ് ഫംഗ്ഷനുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ മാച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആ ഇക്വേഷൻ എന്ന് മാത്രം നമുക്ക് എഴുതാം. എഴുതിയതിന് ശേഷം we will find that general condition. ആ എക്സ് ഗ്രേറ്റർ ദാൻ x1 ഗ്രേറ്റർ ദാൻ x2 ഉള്ള വേവ് ഫംഗ്ഷൻ ഞാൻ എഴുതാം. അത് മാത്രം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും മിക്കവാറും, കാരണം അതിന് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദി psi ഓഫ് എക്സ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. സോ ദിസ് ഹാസ് 2 ways. ഒന്ന് ഫോർ എക്സ് ലെസ് ദാൻ x1, വൺ ഇസ് എക്സ് ഗ്രേറ്റർ ദാൻ x1. ഓക്കെ, എക്സ് ലെസ് ദാൻ x1ന് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ദർ ആർ കോഎഫിഷ്യൻസ്, അപ്പോൾ അതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/√of p of x. അതെന്തായാലും ഉണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. ഇൻറ്റു സൈൻ ഓഫ് 1/h ക്രോസ് ഇൻ്റഗ്രൽ x to x1 p of x prime dx prime പ്ലസ് π/4. ഈ π/4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടറായിട്ട് വരാം. പ്ലസ് π/4. ഓക്കെ, ഇതേപോലെ ഇപ്പുറത്ത് താഴെ എക്സ് ഗ്രേറ്റർ ദാൻ x1 ഉണ്ടാവും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ആ π/4 ഫാക്ടർ ഉണ്ടാവില്ല, പകരം ഒരു മൈനസ് ആയിരിക്കും വരിക. സോ ദിസ് ഈസ് അഗെയിൻ √of 1/p of x. അവിടെ സൈൻ ആയിരിക്കില്ല, എന്തായിരിക്കും? ഒരു സ്ഥലത്ത് ഓസിലേറ്ററി ആണെങ്കിൽ മറ്റു സ്ഥലത്ത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള e⁻² എന്നുള്ള ഫാക്ടർ ആയിരിക്കും വരിക. എക്സ്പോണൻഷ്യൽ -1/h ക്രോസ് ഇൻ്റഗ്രൽ x1 മുതൽ x വരെ മോഡുലസ് ഓഫ് p of x prime dx prime. ഈ 2 വേവ് ഫംഗ്ഷനുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു സ്ഥലത്ത് ലെസ് ദാൻ സ്ഥലത്ത് ഓസിലേറ്ററി ആണെങ്കിൽ മറ്റു സ്ഥലത്ത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ആ ഒരു ഡിഫറൻസ്
ഇതിൻ്റെ രണ്ടിൻ്റെ വേവ് ഫംഗ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് വേവ് ഫംഗ്ഷനിൽ നിന്നും നമ്മൾ ഇതിൻ്റെ എനർജി ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. സോ ദ കണ്ടീഷൻ ഈസ് ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഏത് മുതൽ 0 മുതൽ നമ്മുടെ എവിടെയാണോ ടേണിംഗ് പോയിന്റ് ഉള്ളത് x1 വരെ ഇസ് ഈക്വൽ ടു n മൈനസ് 1/4 പൈ എച്ച് കട്ട്. ഈ 1/4 എവിടുന്നാണ് വന്നതെന്ന് അറിയോ? ഈ π/4 എന്നാണ് വന്നത്. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. യു ഹാവ് എ π/4 ഹിയർ ആൻഡ് യു ഹാവ് എ 1/4 ഹിയർ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രോബ്ലം എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് നമുക്ക് തന്നിരിക്കുന്ന വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വയ്ക്കുക. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലാണെന്ന് വയ്ക്കുക. ഇതിന് നമ്മൾ വിളിക്കുക, ഇവിടെ ഈ ഭാഗത്ത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഹാർമോണിക് പൊട്ടൻഷ്യലാണ്. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 സൈഡഡ് ഇൻഫിനിറ്റ് വോളുള്ള പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇവിടെ നാച്ചുറലി ഇവിടെ എന്ത് വരും? ഒരു ടേണിംഗ് പോയിന്റ് വരും. വേർ ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ടേണിംഗ് പോയിന്റ് വരും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഈ പറയുന്ന x1 എന്ന് പറയുന്ന പോയിന്റ്. സോ x1 എന്നുള്ള പോയിന്റിന് എനിക്ക് ഇങ്ങനെ എഴുതാം, x1 ഇസ് ഈക്വൽ ടു ഇതിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എന്താ പറയുക? 2e/m ഒമേഗ സ്ക്വയറിൻ്റെ റൂട്ട് ഈ എക്സ് സ്ക്വയർ ഈ വാല്യൂവിൽ നിന്ന് ഞാൻ എക്സ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2e/m ഒമേഗ സ്ക്വയർ ആണ്. ആ വാല്യൂ ആണ് x1 ഈക്വൽ ആവുന്ന വാല്യൂ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ. ചെയ്യുമ്പോൾ എന്ത് വരും? 0 മുതൽ ഈ x1 എന്ന് പറയണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2e/m ഒമേഗ സ്ക്വയർ വരെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സിന് പകരം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഡി എക്സ് ഈക്വൽ ടു n പൈ എച്ച് കട്ടല്ല എന്താണ്? ഈക്വൽ ടു n മൈനസ് 1/4 പൈ എച്ച് കട്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എഴുതി, നാളെ വേണമെങ്കിൽ ആൽഫ എക്സ് എന്നുള്ള പൊട്ടൻഷ്യൽ ആവാം, വേറൊരു പൊട്ടൻഷ്യൽ ആവാം, x³ ആവാം, വാട്ട് എവർ ബി. എന്തായാലും ഈ സ്ഥലത്ത് ആ പൊട്ടൻഷ്യലിനെ കൊടുക്കുക. ഓക്കെ, ആ പൊട്ടൻഷ്യലും എനർജിയും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ആ ടേണിംഗ് പോയിന്റ് വരെ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് n മൈനസ് 1/4 പൈ എച്ച് കട്ട് എന്നാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്തത് ഗ്രിഫിത്തിലുണ്ട്, അത് നോക്കി പഠിക്കുക. ഹാർമോണിക് ഓസിലേറ്റർ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പ്രോബ്ലം നിർബന്ധമായിട്ട് ചോദിക്കും. എക്സാമ്പിൾ 8.3 പേജ് നമ്പർ 342 ഇതേ പ്രോബ്ലം ഉണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചോ. ആ പ്രോബ്ലം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊന്നും കൂടെ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാം. നമുക്കിത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ പർട്ടിക്കുലർ സെഷൻ വയ്ക്കുന്ന സമയത്ത് ഞാനിതൊന്നുകൂടെ പറയാം. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇതുപോലുള്ള, അതായത് ഒരു സൈഡിൽ വെർട്ടിക്കൽ ബോർഡുള്ള എല്ലാ സ്ഥലത്തും കണക്ഷൻ ഫോർമുല പഠിക്കണം. അത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യാൻ ആര് മാത്രം മതി? ഈ പറഞ്ഞ സാധനം മാത്രം മതി. ഇത് മാത്രം മതി പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, കണക്ഷൻ ഫോർമുല എസ് എ ആയിട്ട് വരുന്ന സമയത്ത് എഴുതാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് കഴിയും. എന്താണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്? പ്രോബ്ലംസ് കേസ് 3, പ്രോബ്ലംസ് വിത്ത് നോ വെർട്ടിക്കൽ ബോർഡ്സ്. നോ വെർട്ടിക്കൽ ബോൾസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുക. ഓക്കെ, അവിടെ ഈ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള 2 ടേണിംഗ് പോയിന്റ് ഉണ്ടാവും അല്ലേ? പാർട്ടിക്കൽ എനർജി ഇവിടെ ഉണ്ടെങ്കിൽ യു ഹാവ് an x1 and an x2. I have a couple of points where this potential and potential and energy are different. 2 പോയിന്റുകൾ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ആ പോയിന്റുകൾ സിമെട്രിക് ആയിരിക്കും. ഒന്നിൻ്റെ മൈനസ് ആയിരിക്കും മറ്റോടത്ത് ഉണ്ടാവുക അല്ലേ? എത്രയാണോ ഇവിടെ x1 ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ എക്സാക്ട്ലി മൈനസ് ആയിരിക്കും അപ്പുറത്ത്
മൈനസിലുണ്ടാവുക. അതുകൊണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിക്കാം. ഇപ്പം ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ ആണെന്ന് വയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അതിന് രണ്ട് പോയിന്റുകളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുക, ഞാൻ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് ഐ ഹാവ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2e by m omega square and x is equal to plus or minus basically 2e by m omega. So നമ്മൾ നേരത്തെ എടുക്കാത്തത് നമുക്ക് മൈനസ് സൈൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആ സൈഡിൽ പൊട്ടൻഷ്യൽ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് വരിക ഒരു പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2e by m omega സ്ക്വയറും ഇത് വരിക ഒരു മൈനസ് 2e by m omega സ്ക്വയറും. അപ്പോൾ അതുകൊണ്ട് സിമെട്രിക് ആയിട്ടായിരിക്കും വരിക. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ടേംസിൽ തന്നെ നമുക്ക് ആരെ എഴുതാം? ഈ പറയുന്ന കണക്ഷൻ ഫോർമുല എഴുതാം. കാരണം ഇവിടെ എഴുതുന്ന കണക്ഷൻ ഫോർമുല തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഓക്കെ, ദിസ് ഇസ് സിമിലർ. ഓക്കെ, സോ വാട്ട് ആർ ദ കണക്ഷൻ ഫോർമുലാസ്? ഐ എം റൈറ്റിംഗ് കണക്ഷൻ ഫോർമുല. നോക്കൂ, psi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഒരു സ്ഥലത്ത് ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 1 by സ്ക്വയർ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് exponential minus 1 by h cross x മുതൽ x1 വരെ p of x prime modulus dx prime for x is smaller than x1 and this is equal to again 1 by p of x oscillatory sine 1 by h cross integral x1 മുതൽ x വരെ p of x prime dx prime plus pi by 4. Okay, this is x greater than x1. ഓക്കെ, ഈ രണ്ട് ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇവിടെ ഇതുപോലെ ഇവിടെ എഴുതിയ ഇതുപോലത്തെ ഒരു റിലേഷൻ നമുക്ക് എവിടെയും വേണം, ഇതിലും വേണം. ഓക്കെ, അപ്പോൾ ഈ റിലേഷന് അതിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താ? ഇവിടെ 0 മുതൽ x1 വരെയാണ് ഉണ്ടാവുക. അതിന് പകരം പുതിയ റിലേഷനിൽ എന്തായിരിക്കും വരിക? x1 മുതൽ x2 വരെ ആയിരിക്കും ഉണ്ടാവുക. x1 മുതൽ x2 വരെ ഒരു ടേണിംഗ് പോയിന്റ് മുതൽ മറ്റേ ടേണിംഗ് പോയിന്റ് വരെ p ഓഫ് എക്സിനെ dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് n minus half, 2 pi by 4 അപ്പുറത്തുള്ളതാണ്, n minus half pi h cut എന്ന് കേട്ടോ. ഓക്കെ, of course I have to write something here. This is n starting from 1 2 3 etc. Here also n starting from 1 2 3 etc. Okay, ഇതിലും നിങ്ങൾക്ക് ഇതേപോലെ പ്രോബ്ലംസ് ചെയ്യാം. 2 വെർട്ടിക്കൽ വാളുള്ള പ്രോബ്ലങ്ങൾ വരും. ഈവൻ ഹാർമോണിക് ഓസിലേറ്റർ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആൻസർ ഇത് വെച്ച് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എനർജി ഈ പറഞ്ഞ ഓസിലേറ്ററുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ 3 തരം കണ്ടീഷനുകളാണ് ഇൻ്റഗ്രൽ പി ഓഫ് എക്സിന് നമ്മൾ WKയിൽ അസ്യൂം ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു, ഒരു വെർട്ടിക്കൽ വാൾ മാത്രം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് 2 വെർട്ടിക്കൽ വാൾസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് തൊട്ടിട്ട് ഏത് വരെയാണോ വെർട്ടിക്കൽ വാൾ ഉള്ളത് അതിൻ്റെ ഇടയിലുള്ള പി ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആൻസർ ഈസ് n pi h കട്ടാണ്. ഓക്കെ, രണ്ടാമത്തേത് ഒരു വെർട്ടിക്കൽ വാൾ ഉണ്ടാകുന്ന സമയത്ത് 0 മുതൽ ആ വെർട്ടിക്കൽ വാൾ വരെയുള്ള ദൂരം ഇൻ്റഗ്രേറ്റഡ് ദിസ്, അതിനെ n minus 1 by 4 pi h cross എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തേത് ഒരു വെർട്ടിക്കൽ വോൾ പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് 2 ടേണിംഗ് പോയിന്റ്സ് x1 ആൻഡ് x2. അതിൻ്റെ ഇടയിൽ ഉള്ള പി ഓഫ് എക്സ് ഡി എക്സിനെ ചെയ്താൽ n minus half pi h cross. ഇത് കാണാതെ പഠിക്കാനേ വേണം കേട്ടോ. n minus half pi h cross എന്നാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ WKBയിലുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൻ്റെ കൂടെ നമുക്ക് വി വിൽ ഡിസ്കസ് ദ ടണലിംഗ് ടു, അതും കൂടെ നമുക്ക് പറയാം. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷണം കഴിഞ്ഞു. ഓക്കെ, ഉദാഹരണത്തിന് ഓക്കെ, സോ ഇത് ഇത്രയും കാര്യങ്ങൾ ശരിയായി. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ടണലിംഗ്
ടണലിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടുന്ന് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാരിയറാണുള്ളത്, ഒരു പാർട്ടിക്കിൾ ഓഫ് എനർജി സ്മോളർ ദാൻ V0 വരുന്നു എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് അത് ടണൽ ചെയ്ത് പറയത്തും. ഓക്കെ, അപ്പോൾ ആ ടണലിങ്ങിൻ്റെ റേറ്റും നമുക്ക് എന്ത് വെച്ചിട്ട് പറയാൻ പറ്റും? ഈ പറയുന്ന WKB വെച്ച് പറയാൻ പറ്റും. എന്ന് പറയുന്നത് ടണലിംഗ് റേറ്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ this is the transmission probability. This is the transmission probability. T is equal to e raised to minus 2 gamma, where gamma is 1 by h cross integral 0 to a. 0 to എന്ന് പറയുന്നത് ഇവിടെയാണ്, 0യിലും എയിലുമാണ് ബാരിയർ ഇരിക്കുന്നതെങ്കിൽ മോഡുലസ് ഓഫ് പി ഓഫ് എക്സ് dx. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ എനർജിയും ഇവിടുത്തെ പൊട്ടൻഷ്യലും കൂടി ഉണ്ടാക്കുന്ന സെയിം ക്വാണ്ടിറ്റി തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടുത്തെ പി ഓഫ് എക്സ്. ഓക്കെ, same idea can be used here also to find the transmission probability. Okay, ടണലിംഗ് തൽക്കാലം ഇത്രയും പഠിച്ചാൽ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും ചോദിക്കുന്ന സമയത്ത് WKBയുടെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് ഈ ടണലിങ്ങിൻ്റെ കാര്യം കൂടെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ടണലിങ് എഴുതേണ്ടത്. വേറെ ഒന്നുമില്ല, ആകെയുള്ളത് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് യു ക്യാൻ ആഡ് ദിസ് സംതിങ് മോർ ടു ദിസ് നോട്ട് ബൈ ചെക്കിംഗ് ദിസ് reference point 8.2 of tunneling of Griffith. നോക്കാവുന്നതാണ്, പേജ് നമ്പർ 332 and 33 കേട്ടോ. അത് കുറച്ചുകൂടെ വേവ് ഫംഗ്ഷൻ കൂടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതെ എഴുതുക. ഓക്കെ, പ്രോബ്ലം ആയിരിക്കും മിക്കവാറും ചോദിക്കട്ടാണ്. അല്ലെങ്കിൽ സമയത്ത് ഇവിടുത്തെ പി ഓഫ് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ഏത് തൊട്ട് ഏത് വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം, ഗാമ കണ്ടുപിടിക്കുക, e raised to -2 ഗാമ എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് WKBയിലുള്ളത്. ഇനി WKBയുടെ പ്രോബ്ലംസ് ആണ് ബാക്കി ചെയ്യാനുള്ളത്. അത് നമുക്ക് ഒരു സിംഗിൾ സെഷനായിട്ട് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം പെർട്ടർബേഷൻ എടുത്തു, WKB എടുത്തു. നാളെ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് വാരിയേഷൻ പ്രിൻസിപ്പിൾ കൂടി ഉണ്ടാവും. ഓക്കെ, അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. അതിന് പിന്നെ പ്രോബ്ലംസിൽ സെയിം ആൻഡ് എഫക്റ്റ് പോലെയുള്ള പ്രോബ്ലംസ് മാത്രമേ ബാക്കിയുള്ളൂ. വി വിൽ ഡിസ്കസ് ആസ് ഹോൾ സെഷൻ ഫോർ പ്രോബ്ലംസ്. പ്രോബ്ലത്തിന് മാത്രമായിട്ട് സെഷൻ വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് വി വിൽ മൂവ് ടു സ്കാറ്ററിംഗ് കേട്ടോ. തൽക്കാലം നിർത്തട്ടെ. Okay, thank you.